പിന്നെ അഭിഷേകിൻ്റെ പോലും ക്യാരക്ടർ ഫ്രെയിം ചെയ്യാനായിട്ട് നമ്മുടെ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ചെയ്ത സഹായം എന്ന് പറഞ്ഞാൽ അത് അതിഭയങ്കരമാണ്. അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിലും ഒക്കെ വളരെ 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 മുകളിലാണ്. അപ്പോൾ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശരിക്കും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതെന്താ ഇങ്ങനെ ഉണ്ടായ, ഇത് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചോ അതോ എനിക്ക് മാത്രമാണോ ഇങ്ങനെ സംഭവിച്ചത് അല്ലേ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ജെഇ മെയിൻസ് 2025 99.23% നേടാൻ സാധിച്ചു. അതിൽ ഫിസിക്സിന് ഫസ്റ്റ് സെഷനിൽ 100% തന്നെ നേടാൻ സാധിച്ചു. ആ ഒരു എക്സാം ഹോളിൽ ഞാൻ ഒരുപാട് ടെൻസ്ഡ് ആയില്ല ഫിസിക്സിൻ്റെ ഒക്കെ ടഫ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴും. അതിൻ്റെ ഒരു റീസൺ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ബ്രില്യൻറ്റിൻ്റെ ഇത്രയധികം മോഡൽ എക്സാംസ് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ ജെഇ മെയിൻസിൻ്റെ മോഡൽ എക്സാംസ് എനിക്ക് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ബ്രില്യൻറ്റ് തന്നിട്ടിരുന്നു. നിങ്ങൾ ഒരു രീതിയിലും ഹോപ്പ് കൈവിടാതിരിക്കുക, നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവസാനം റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിചാരിക്കുക. ഇത് നമുക്ക് കിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നാൽ നമ്മൾ ബാക്കിലോട്ട് പോകത്തുള്ളൂ. നമ്മുടെ തൃശ്ശൂർ സെൻറ്ററിലുള്ള അഭിഷേക് ജോൺ ജോർജ് മിടുക്കനായ കുട്ടിയാണ്. ഒരു വർഷത്തെ പഠിത്തം കൊണ്ട് തന്നെ അത് റിപ്പീറ്റ് ചെയ്യാതെ തന്നെ +1 +2 പഠനത്തോടൊപ്പം തന്നെ പഠിച്ച് ഏറ്റവും മിടുക്കനായി ഉന്നത മാർക്കും ഉന്നത റാങ്കും കരസ്ഥമാക്കിയിട്ടുണ്ട്. നമുക്കറിയാലോ ഈ വർഷത്തെ നീറ്റ് ടഫായിരുന്നു, എങ്കിലും അതിൽ പതറാതെ നല്ല നിലയിൽ അത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നല്ല റാങ്കും കിട്ടിയിട്ടുണ്ട്. ഉള്ളത് അഭിഷേക് ജോൺ ജോർജിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തൃശ്ശൂർ ദേവമാതാ സ്കൂളിൻ്റെ ഏറ്റവും അഭിമാനകരമായ വിജയമാണ്. ഈ വിജയത്തിനും അതുപോലെ തന്നെ ഈ വിജയം മേടിച്ചു തന്ന അഭിഷേക് ജോൺ ജോർജിനെ ഒന്നും കൂടെ ഞാൻ അഭിനന്ദിക്കുന്നു. നല്ല രീതിയിൽ നല്ല കോളേജിൽ പഠിക്കാൻ ഇടയാകട്ടെ. പേരൻസ് ആണല്ലോ എല്ലാ വിജയത്തിൻ്റെയും പിന്നിൽ. തീർച്ചയായും 2 ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാർക്ക് 2 പേർക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒരു ജ്യേഷ്ഠം കൂടെ ഉണ്ട്, വരാൻ സാധിച്ചിട്ടില്ല. എല്ലാവർക്കും ഞങ്ങളുടെ ബ്രില്യൻറ്റിൻ്റെയും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. യെസ്, 2025 നീറ്റ് എൻട്രൻസ് എക്സാം നമുക്കറിയാം അല്പം ബുദ്ധിമുട്ടേറിയ എക്സാം ആയിരുന്നു. ഈ ഒരു എക്സാമിൽ ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കി കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്കൊപ്പമാണ് ഞാനിന്ന് നിൽക്കുന്നത്. അഭിഷേക് ജോൺ ജോർജ് വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ഏകദേശം 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ എക്സാമാണ്. അവരെല്ലാം ആഗ്രഹിച്ചത് അല്ലെ അവരെല്ലാം പ്രയത്നിച്ചത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ലക്ഷ്യത്തിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മുന്നിൽ നിൽക്കുന്നു. ഈ ഒരു നിമിഷം എന്താണ് മോന് തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. കുറേ 2 വർഷത്തോളം നല്ല ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചൊരു റിസൾട്ട് തന്നെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. യെസ്, ഓക്കെ. അഭിഷേകിൻ്റെ നാട് തൃശ്ശൂർ മണ്ണൂത്തിലാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും മോൻ്റെ ഒരു +1 +2 മോൻ ഈ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിയത്. അപ്പം നമുക്ക് +1 +2 മോൻ ഏത് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്? +1 +2 എൻട്രൻസ് പരിശീലനം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പറയാം. +1 +2 ഞാൻ തൃശ്ശൂർ ദേവമാതാ CMI പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. അതിൻ്റോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലായിരുന്നു ബ്രില്യൻറ്റിൻ്റെ. പഠനം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്പമല്ല നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പതുക്കെ അതിനോട് യൂസ് ടു ആയി. പിന്നെ നമുക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു ലക്ഷ്യം, അതിൻ്റെ ഒരു വലുപ്പമൊക്കെ മനസ്സിലായപ്പോഴത്തേക്കും ഇത്രയും ഹാർഡ് വർക്ക് വേണം
ആ ഒരു റിയലൈസേഷൻ ഉണ്ടായി. പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ അവസാനം നല്ലൊരു പെർഫോമൻസ് തന്നെ എക്സാം ഹാളിലും കാഴ്ചവെക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മോടൊപ്പം പ്രൗഡ് പേരൻസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം മകൻ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു, അതും +1 +2വിനൊപ്പം +2 കഴിയുമ്പോൾ തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു വർഷം റിപ്പീറ്റ് ചെയ്യേണ്ട പോലും സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്, വലിയൊരു അഭിമാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം പേരൻസിനെ ഒന്ന് പരിചയപ്പെടുത്തുക രണ്ടുപേരും. ഇതെൻ്റെ അമ്മ മിസ്സസ് മഞ്ജു, ഇതെൻ്റെ അച്ഛൻ ഡോക്ടർ ജോർജ് വർഗീസ്. എൻ്റെ അമ്മ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. എൻ്റെ അച്ഛൻ ഇപ്പോൾ തൊടുപുഴ ചീഫ് വെറ്ററിനറി ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വലിയ വിജയത്തിന് പിന്നിൽ നമുക്കറിയാം മാതാപിതാക്കളുടെ വലിയൊരു പ്രയത്നം തന്നെയുണ്ട്. കാരണം മകൻ ഇത്ര ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ച് ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും പേരൻസിന് അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും മകന് പറഞ്ഞു കൊടുത്ത ആ ഒരു സർവീസിൻ്റെ മൂല്യം എത്രത്തോളമാണെന്നുള്ളതൊക്കെ ആൾക്കറിയാം, ചെറുപ്പം മുതലേ കണ്ടു വളരുന്നതാണ്. അപ്പോൾ ആ ഒരു ബാല്യം മുതലുള്ള പഠനം, ഡോക്ടർ ആവണം എന്നുള്ളൊരു ലക്ഷ്യം, ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് സാർ പറയാനുള്ളത്? അവന് ഒരു 9th കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ടും ഡോക്ടറാകണം, പഠിച്ച് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമെന്നൊക്കെ തോന്നി തുടങ്ങിയത്. ഓക്കെ, പിന്നെ ബ്രില്യൻറ്റിന് കോഴ്സ് ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അവൻ ഫോക്കസ്ഡ് ആയത് മാത്രമല്ല ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പാലിക്കുമായിരുന്നു. കുറേ ലാസ്റ്റ് 2 years ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം വെട്ടിക്കുറച്ചു. പ്രത്യേകിച്ചും വളരെ ഇഷ്ടമായിട്ടുള്ള സിനിമ, മറ്റേ യൂറോപ്യൻ കപ്പ് ഫുട്ബോള്, ക്രിക്കറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കുറച്ചു. പിന്നെ ഈവൻ ഞങ്ങൾ പത്തനംതിട്ടയിലുള്ള വീട്ടിലേക്ക് ഓണത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ പോയിട്ടില്ല. കാരണം പോകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് സമയം കുറേ പോകുമല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ കസിൻസും എല്ലാമായിട്ട് സമയം ഒത്തിരി പോകുമെന്നുള്ളത് കൊണ്ട് അവൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഈസ്റ്ററും ഇതും എല്ലാം കൂടെ ഈസ്റ്ററും ക്രിസ്മസും എല്ലാം ഞങ്ങൾ 4 പേരും കൂടെ മാത്രമാണ് എൻ്റെ ബ്രദറിനെ കൂടെ കൂട്ടിക്കൊണ്ട് തൃശ്ശൂരെ വീട്ടിൽ വന്നാണ് ആഘോഷിച്ചത്. അപ്പം ഒരു നല്ല പറഞ്ഞത് കേൾക്കാനുണ്ടായ മനസ്സ്, പിന്നെ ഹാർഡ് വർക്ക്, പിന്നെ പെർസിവറൻസ്, ആ ഒരു ലക്ഷ്യബോധം, ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിൽ എത്താൻ പറ്റിയതെന്നാണ്. പിന്നെ ഒരു ഈശ്വരാനുഗ്രഹം, ഏതൊരു നല്ല രീതിയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പരീക്ഷ എഴുതാൻ പറ്റി. നല്ല ക്വസ്റ്റ്യൻസ് പ്രയാസമായിരുന്നുണ്ടെങ്കിലും കറക്റ്റ് തിങ്കിങ് ആ സമയത്ത്, അതൊക്കെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം. അങ്ങനെ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും മകൻ ഈ ഒരു ലക്ഷ്യം ഒരു പക്ഷേ ചെറുപ്പം മുതലേ സ്വപ്നം കണ്ട് ആദ്യം പറഞ്ഞിരിക്കുക അമ്മയോടായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരെയും കണ്ടാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക. അപ്പോൾ അന്ന് മുതൽ ഡോക്ടർ ആവണം എന്നുള്ള കാര്യങ്ങൾ മോൻ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത്? ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ചെറുപ്പം മുതലെയുള്ള അഭിഷേകിൻ്റെ ഒരു ഡോക്ടർ സ്വപ്നം. കുഞ്ഞുനാളിലൊക്കെ അഭിഷേകിന് കൂടുതലും കളികളോട്, അതായത് ഫുട്ബോളിനോടൊക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം കണ്ടിരുന്നത്. എന്നിരുന്നാലും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്കായി എന്തെങ്കിലും കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ വലിയൊരു കളിക്കാരനാകാനൊന്നും പറ്റുകയുമില്ല. ആ ഒരു സ്റ്റേജിലായിരിക്കണം അവൻ്റെ മനസ്സിൽ കുറച്ചുകൂടി സർവീസ് ആണ് നമ്മുടെ ലോകത്ത് ഏറ്റവും വേണ്ടതെന്നും നമുക്കൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനൊരു നല്ലൊരു പ്രൊഫഷൻ ഡോക്ടർ ആകുക എന്നുള്ളത്, ആ ഒരു ലക്ഷ്യം. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതാണെങ്കിലും അതിനൊരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാലും ഇതെല്ലാം നമ്മുടെ മാത്രം ഒരു ഇതല്ല. ഒരു അസുഖം പോലും വരാതെ ഈ ഒരു വർഷം നമുക്ക് താങ്ങി അത് നിർത്തിയത് ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ്. പിന്നെ കൂടാതെ എല്ലാവരുടെയും കുടുംബത്തിലുള്ളവരായാലും എല്ലാവരും അതിനൊത്ത് കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവരുടെ എല്ലാ രസങ്ങളും മാറ്റിവെച്ച് അവർ അതിന് വേണ്ടിയിട്ടൊരു പ്രാർത്ഥനയോടുകൂടി എല്ലാവരും കരുതിയിരുന്നു. അതെല്ലാം വളരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അഭിഷേകിൻ്റെ പോലും ക്യാരക്ടർ ഫ്രെയിം ചെയ്യാനായിട്ട് നമ്മുടെ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ചെയ്ത സഹായം എന്ന് പറഞ്ഞാൽ അത് അതിഭയങ്കരമാണ്. അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിലും ഒക്കെ വളരെ 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 മുകളിലാണ്. എന്നുവെച്ചാൽ കുട്ടിക്ക് എന്താകണം എന്നുള്ളത് ഡോക്ടർ എന്നുള്ളൊരു വാക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ അത് ഇന്ന കോളേജും ഇനി നിനക്ക് ഒരുപാട് ഉയരാൻ പറ്റുമെന്നും നിനക്ക് കഴിവുകളുണ്ടെന്നും അവൻ്റെ അതിലൊരു സ്പാർക്ക് ഭയങ്കരമായി ഇട്ടത് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ തന്നെയാണ്. അതിനുള്ള എല്ലാ ഈ ബ്രില്യൻറ്റ് നടത്തി തന്ന എല്ലാ സഹകരണത്തിനും കുട്ടിയെ എത്രത്തോളം ഉയർന്നോ അതിനെല്ലാം കാരണമായത് ബ്രില്യൻറ്റ് തന്നെയാണ്. അത് നമ്മൾക്ക് ഈ വഴിയിൽ എത്തിച്ചെന്ന് ആ ഒരു ദൈവാനുഗ്രഹത്തിനോടും നന്ദി പറയും. അപ്പോൾ നല്ലൊരു സ്കോർ നേടി കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരാളാണ്. നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വരുന്ന വർഷങ്ങളിലെ വിദ്യാർത്ഥികളും മാതാപിതാക്കളുമൊക്കെ ഒരു പക്ഷേ
ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മോൻ്റെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കൃത്യമായി പഠിച്ചു, വിജയത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ എങ്ങനെ പഠിച്ചു, അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ അതിനുവേണ്ടി ചെലവഴിച്ചു, ഓരോ സബ്ജക്റ്റുകൾക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുത്തു, ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. ഒന്ന് പറയാം. ഞാൻ രാവിലെ ഒരു 6:30 അടുപ്പിച്ച് എഴുന്നേക്കും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടൊരു 8:30 ആകുമ്പോഴത്തേക്കും ഞാൻ പഠിക്കാൻ കയറും. എന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ റെഫറൻസ് പാറ്റേണിലാണ് ഞാൻ പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. അതായത് 8:30 തൊട്ട് 10:30 വരെ ആദ്യം ഒരു സബ്ജക്റ്റ് ഇരുന്ന് പഠിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റായിട്ട് എന്ന് പറയുമ്പോൾ ചാപ്റ്റേഴ്സ്. ഇപ്പോൾ അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ ഒരു ടൈം ഡിവിഷൻ ഞാൻ കൊടുത്തിരുന്നില്ല. എനിക്ക് വീക്കായിട്ട് തോന്നുന്ന സബ്ജക്ട്സ് തന്നെയാണ് പഠിച്ചു പോയിരുന്നത്. പിന്നെ ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും 2 hours പഠിക്കും. ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ റെഫറൻസിന് നമ്മൾ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ വീട്ടിലായിരുന്നാലും പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ ലഞ്ച് ബ്രേക്ക് എല്ലാം ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു എന്ന് പറയുന്നത്? ഞാൻ +1 തൊട്ടാണ് ശരിക്കും ഇതിൻ്റെ സീരിയസ് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് 13 മണിക്കൂർ അങ്ങനെയൊന്നും പഠിച്ചിരുന്നില്ല. ഇത് ഗ്രാജുവലായിട്ടാണ് ഞാൻ പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. യെസ്, ഒരു ജൂൺ മാസം അടുപ്പിച്ചാണ് ഞങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ്സസ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ മാത്യു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 hours പഠിക്കണം, അങ്ങനെയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും ഒന്ന് ഷോക്ക്, അയ്യോ 10 hours കുറച്ച് കൂടുതലല്ലേ, അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ 10 hours എത്തി. പിന്നെ പതുക്കെ ആ 10 hours പറഞ്ഞ പോലെ ഇന്ന് പഠിച്ചപ്പോൾ ഉണ്ടായ ബെനിഫിറ്റ്സ് എന്തായിരുന്നു ശരിക്കും റിയലൈസ് ചെയ്തത്? ബ്രില്യൻറ്റ് പറഞ്ഞ ഒരു പാത്ത് ഫോളോ ചെയ്തപ്പോൾ ആദ്യം ഒരു പേടിയായിരുന്നല്ലോ 10 hours എന്ന് പറയുന്നത്. അതിന് ശേഷം അന്ന് അതൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം മോൻ ഫീൽ ചെയ്ത ആ റിസൾട്ട് എന്താണ്? അപ്പോൾ 10 hours പഠിക്കുന്നു. പിന്നെ പതുക്കെ മാർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് കോൺഫിഡൻ്റ് ആയി, ഓക്കെ 10 hours ഓക്കെയാണ്. അപ്പോൾ പിന്നെ തോന്നി നമുക്ക് അപ്പോഴും ഫ്രീ ആയിട്ട് കുറച്ച് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു 10 hours പതുക്കെ 11 hours ആക്കി. പിന്നെ ഒരു +2 ഒക്കെ ആയപ്പോഴത്തേക്കും 12 hours തന്നെ പഠിക്കാൻ തുടങ്ങി ഡെയിലി, സിസ്റ്റമാറ്റിക് ആയിട്ട്. അതാരും പറഞ്ഞിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല, സ്വയം തോന്നിയതാണ്. എക്സാക്ട്ലി ഇതാണ് നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അത് ഗ്രാജുവലി നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് പതുക്കെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ഒരു പ്ലാൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഇടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോൻ. എനിക്ക് തോന്നുന്നു 23 ലക്ഷം വിദ്യാർത്ഥികൾക്കും വളരെ ഹാർഡായിട്ട് ഫീൽ ചെയ്തൊരു എക്സാം ആയിരുന്നു നീറ്റ് 2025. ചരിത്രത്തിൽ തന്നെ ഇത്ര ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ഇതിന് മുൻപുണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മോനെ അത്രയും ഹാർഡായിട്ടുള്ളൊരു എക്സാം എഴുതി ഏറ്റവും ഉയർന്ന സ്കോർ കരസ്ഥമാക്കി കേരളം എന്ന സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മുന്നിൽ നിൽക്കുന്ന ടോപ്പേഴ്സിൽ ഒരാളാണ് മോൻ. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു എക്സാം കഴിഞ്ഞ് മോൻ ഇറങ്ങി വരുമ്പോൾ ഉണ്ടായിരുന്നൊരു ചെറിയൊരു പേടി ഉണ്ടായിരിക്കാം. പിന്നീടാണ് അതറിയുന്നത് ഞാൻ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഒരു സ്റ്റേജിലേക്ക് വരുന്ന എല്ലാ വിദ്യാർത്ഥികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് വീട്ടിലെത്തിക്കഴിഞ്ഞ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെ അറിയുമ്പം കിട്ടിയ സന്തോഷം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. ആ ഒരു ഡേ ഒന്ന് റീക്രിയേറ്റ് ചെയ്താൽ, ഓർത്തെടുത്താൽ എന്തായിരിക്കും പറയാനുള്ള? അതിനെക്കുറിച്ച് പേരൻസിനോട് നമുക്ക് ചോദിക്കാം. യെസ്, എൻ്റെ നീറ്റ് എക്സാം ഹോൾ ശരിക്കും പറഞ്ഞാൽ വന്നത് തൃശ്ശൂർ റൗണ്ടിൽ തന്നെയുള്ള ഒരു സ്കൂളിലാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് അന്നായിരുന്നു അവിടെ സാമ്പിൾ വെടിക്കെട്ട് അന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ സാമ്പിൾ വെടിക്കെട്ടിന് പോയി. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്കോറൊന്നും നോക്കിയില്ല. പിറ്റേ ദിവസമാണ് ശരിക്കും ആൻസർ കീ വന്നതും എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങിയത്. ആൻസർ കീ തലേ ദിവസം തന്നെ വന്നു, അന്ന് തന്നെ വന്നു. പക്ഷെ ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങിയത് അടുത്ത ദിവസം. ഇന്ന് ഒന്നും നോക്കുന്നില്ല, ഇന്ന് കുറച്ച് സമാധാനമായിട്ടിരിക്കുന്നു, നാളെ നോക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സാം ഹോളിൻ്റെ അന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ലൈക്ക് ഒരുപാട് ടെൻസ്ഡ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ടഫായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ടു ഇയേഴ്സ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിലൂടെ ഇതുപോലെ തന്നെ ടഫസ്റ്റ് എക്സാമുകൾ നമ്മൾ നേരത്തെ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ എക്സാംസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു എക്സാം നീറ്റിന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശരിക്കും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതെന്താ ഇങ്ങനെ ഉണ്ടായ, ഇത് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചോ അതോ എനിക്ക് മാത്രമാണോ ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്ത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ മാത്യു സാർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ പുള്ളിക്കാരൻ എന്നോട് എങ്ങനെയായി, അപ്പോൾ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ലീവ് ചെയ്തതെന്നൊക്കെ ഒന്ന് പറയാം? ഫിസിക്സിലൊരു 7 ക്വസ്റ്റ്യൻ ലീവ് ചെയ്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
കെമിസ്ട്രിയിൽ അധികം ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തിരുന്നില്ല, ഒരു 2-3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ലീവ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ല, അങ്ങനെയല്ലേ പറയണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും എക്സാം ഹാളിൽ ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഇപ്പോൾ ചെയ്ത് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു, അത് എന്തുകൊണ്ടായിരിക്കാം? അത് എനിക്ക് തോന്നുന്നത് കുറച്ച് ടഫായിരുന്നു. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ടഫായിട്ടാണ് തോന്നിയത് ചില ക്വസ്റ്റ്യൻസൊക്കെ. ഫിസിക്സിൽ ആണ് ഏറ്റവും ടഫായിട്ട് തോന്നിയത്. അപ്പോൾ ഫിസിക്സിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് ലൈക്ക് കുറേ ട്രൈ ചെയ്തു, പക്ഷേ എന്നിട്ടും കിട്ടാതായപ്പോഴത്തേക്ക് ഒരു 2-3 മിനിറ്റ് എടുത്തിട്ടും ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലീവ് ചെയ്തു. ഫിസിക്സിൽ അങ്ങനെയാണ് ലീവ് ചെയ്യുന്നത്. കെമിസ്ട്രി എന്താ അതെനിക്ക് അറിയാതെ കോൺസെപ്റ്റ് കുറച്ച് ക്ലിയർ അല്ലാത്തതുകൊണ്ട് കൺഫ്യൂസിങ് ആയിരുന്നു. എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ആ ഒരു 2-3 ക്വസ്റ്റ്യൻസ്, അതുകൊണ്ടാണ് കെമിസ്ട്രിയിൽ ലീവ് ചെയ്തത്. ബയോളജി എല്ലാം അറ്റംപ്റ്റ് ചെയ്തു. ബയോളജി കൺഫ്യൂസിങ് ആയിരുന്നെങ്കിലും ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലൊരു സ്കോർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയും ഒരുപാട് വിജയങ്ങൾ നമ്മളെ കാത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മുന്നിൽ ലഭിച്ചൊരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ പറയാനാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും? എനിക്ക് JEE മെയിൻസ് 2025 99.23% നേടാൻ സാധിച്ചു. അതിൽ ഫിസിക്സിന് ഫസ്റ്റ് സെഷനിൽ 100% തന്നെ നേടാൻ സാധിച്ചു. അതിനെയാണ് ഇതുവരെ ഉള്ളതിലൊരു ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും MBBS ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി, പക്ഷേ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലും പങ്കെടുത്തു, ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കി. അപ്പോൾ അക്കാഡമിക്കലി എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചോളൂ. അപ്പോൾ അഭിഷേക്, തീർച്ചയായിട്ടും ഒരു ചോദ്യം. നമുക്കറിയാം ബ്രില്യൻറ്റിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് 2 വർഷക്കാലമായിട്ട്. അപ്പോൾ നമ്മൾ എക്സാം ഹാളിലേക്ക് പ്രവേശിച്ച അന്ന് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി പോയതുകൊണ്ട് തന്നെ മോന് ഉണ്ടായിരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കോൺഫിഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോൻ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് എന്താണ്? തീർച്ചയായും ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം തന്നെയാണ് ഞാൻ പറയുക. എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാംസ് ആണ്. ഇപ്പോൾ പല ടൈപ്പിലുള്ള മോഡൽ എക്സാംസ് ഞങ്ങൾ ഈ ഒരു 2 കൊല്ലം കൊണ്ട് തന്നെ എഴുതി. അതായത് ചില എക്സാംസ് വളരെ സിമ്പിൾ ആകുമ്പോൾ ചില എക്സാംസ് വളരെ കഠിനമാവും, എന്നാൽ ചിലത് വളരെ മോഡറേറ്റ് ആയിട്ട് വളരെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാംസും വരും. അപ്പോൾ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും കണ്ടിട്ടാണ് നമ്മൾ നീറ്റ് എക്സാമുകളിലോട്ട് ചെന്നിട്ടുള്ളത്. അതായത് പല ടൈപ്പിലുള്ള എല്ലാ വിധത്തിലുള്ള ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു 2 ഇയേഴ്സ് കൊണ്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതാണ്. അതായത് ആ ഒരു എക്സാം ഹോളിൽ ഞാൻ ഒരുപാട് ടെൻസ്ഡ് ആയില്ല ഫിസിക്സിൻ്റെ ഒക്കെ ടഫ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴും. അതിൻ്റെ ഒരു റീസൺ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ബ്രില്യൻറ്റിൻ്റെ ഇത്രയധികം മോഡൽ എക്സാംസ് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ JEE മെയിൻസിൻ്റെ മോഡൽ എക്സാംസ് എനിക്ക് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ബ്രില്യൻറ്റ് തന്നിട്ടിരുന്നു. അപ്പോൾ അതെല്ലാം ഇത്രയധികം എക്സാംസ് എഴുതാൻ പറ്റി, മാക്സിമം എക്സാംസ് ചെയ്യാൻ പറ്റി, ക്വസ്റ്റ്യൻസ് കുറേ കണ്ടു. അതിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു ലാസ്റ്റ് എക്സാമിലും എന്നെ ഫ്രണ്ടിലോട്ട് നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിഷേകിനെ പോലെ തന്നെ ഒരുപാട് ടോപ്പ് സ്റ്റുഡൻസിനൊപ്പമാണ് അഭിഷേകും പഠിച്ചത്. അപ്പോൾ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇത്രയും മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം, മോനും മിടുക്കനാണ്, എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പോസിറ്റീവ് ആംബിയൻസ് ഉണ്ടല്ലോ, പഠിക്കണം അല്ലേ? അതിനനുസരിച്ച് നമ്മൾ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, ആരെയും തോൽപ്പിച്ച് മുന്നിൽ വരണമെന്നല്ല, ഒരുമിച്ച് മുന്നിൽ പോകണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അതിനെക്കുറിച്ച് മോൻ എന്താണ് പറയാനുള്ളത്? പറഞ്ഞ പോലെ തന്നെ ബ്രില്യൻറ്റിൽ വരുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രയധികം കുട്ടികളോടൊപ്പം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട് മോഡൽ എക്സാംസൊക്കെ വഴി. അപ്പോൾ എല്ലാ എക്സാംസിനും അപ്പം തന്നെ അന്ന് രാത്രി തന്നെ നമുക്കിവിടെ റാങ്ക് ലിസ്റ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് കറക്റ്റ്, എവിടെ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. കേരളത്തിൻ്റെ റാങ്ക് വരുന്ന പോലെ തന്നെയാണ്. അതെ എക്സാക്ട്ലി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ ഈ ഒരു ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ചില എക്സാംസ്, അതായത് ഈ വീക്ക്ലി എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ അതിൽ 180 അടിക്കാനൊന്നും ഒരിക്കലും പറ്റൂല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ ഫിസിക്സൊക്കെ 180 അടിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുക. ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് 2-3 പേർക്ക് 180, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇതുമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് മനുഷ്യർക്ക്. ആ ഒരു ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി തരിക എന്ന് തന്നെയാണ് കോമ്പറ്റീഷൻ. യെസ്, അതുകൊണ്ട് തന്നെയാണ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. അത് മറ്റൊരു വിദ്യാർത്ഥി നല്ലൊരു സ്കോർ നേടുമ്പോൾ ഇത് എനിക്കും നേടാൻ പറ്റുമെന്നൊരു ചിന്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാനും പരിശ്രമിക്കുമെന്നൊരു ചിന്ത ഈ വിദ്യാർത്ഥിയെ
ഒരുപാട് മുന്നിലേക്ക് എത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി മോനെ, ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പോഴേക്കും മോഡൽ എക്സാമിനൊക്കെ നല്ല സ്കോർ മേടിച്ചുകൊണ്ടേ ഇരുന്നൊരു കുട്ടിയാണ് എന്നൊക്കെ പറയും. മീൻസ് ആ കൺസിസ്റ്റൻ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു വേരിയേഷൻസ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ആ ഒരു വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അവിടെ നിന്നും അവരതിനെ തിരുത്തി അതിനെ എത്രമാത്രം പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരെ മുന്നിലെത്തിക്കുന്നത്, അല്ലേ? അപ്പോൾ മോന് മോഡൽ എക്സാമിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക്, മോഡൽ എക്സാമിൽ ഏറ്റവും പീക്കിൽ കിട്ടിയിരുന്ന മാർക്കൊക്കെ ഒന്ന് പറയാം. ഓക്കെ, എനിക്ക് മോഡൽ എക്സാമിന് ഏറ്റവും കുറഞ്ഞത് എത്ര കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 500 റേഞ്ചിൽ തന്നെയാണ് വന്നത്. ഓക്കെ, അതായത് ഒരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 515 ഒരു എക്സാമിന് +1 വെച്ചിട്ട് വരുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു എക്സാമിൽ. ഓക്കെ ഓക്കെ, അവിടെ നിന്ന് മോഡൽ എക്സാമിൽ കിട്ടിയിരുന്ന ഒരു ഐ പറയാം. അത് 711 കിട്ടിയിട്ടുണ്ട്. ഓ അടിപൊളി, യെസ്. അപ്പോൾ കേട്ടല്ലോ, 550 ആ ഒരു റേഞ്ചിലൊക്കെ മോഡൽ എക്സാമിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും എനിക്ക് എൻ്റെ സ്വപ്നത്തിലെത്തണം, ഞാൻ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യില്ല, എൻ്റെ സമയം ഞാൻ കൃത്യമായി വിനിയോഗിക്കുമെന്ന ചിന്തയിൽ ഉറച്ചു നിന്ന് അഭിഷേക് ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ്. ഈ വർഷത്തെ നീറ്റ് 2025 റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു ബ്രില്യൻറ്റിനാണ് അഭിഷേക്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന 2026 നീറ്റ് ആസ്പിറൻസിനോട് എന്താണ് പറയാനുള്ളത്? സോ ആ കൂടെ തന്നെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനോട് പറയാം. 2026 നീറ്റ് ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു രീതിയിലും ഹോപ്പ് കൈവിടാതിരിക്കുക. നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവസാനം റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിചാരിക്കുക. ഇത് നമുക്ക് കിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നാൽ നമ്മൾ ബാക്കിലോട്ടാണ് പോകത്തുള്ളൂ. നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഫൈറ്റ് ചെയ്യും. ആ ഒരു സ്പിരിറ്റിൽ തന്നെ നിങ്ങൾ മൂവ് ചെയ്യണം. എന്നാലേ നമുക്ക് അവസാന എക്സാമിന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ എൻ്റെ ഒരു ഡ്രീം കോളേജ് എന്ന് പറഞ്ഞാൽ പുതുച്ചേരി ജിപ്മറാണ്. അപ്പോൾ അവിടെ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. എനിക്കിപ്പോൾ മോഡൽ എക്സാമിൽ 515 ഒക്കെ കിട്ടുമ്പോഴൊന്നും എനിക്ക് പുതുച്ചേരി പറ്റുമോ അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നില്ല. നേടിയെടുക്കണം, ആ ഒരു വാശിയിൽ പഠിക്കുക. എന്നാലേ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മുന്നിലോട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ അഭിഷേക് പറഞ്ഞതുപോലെ തന്നെ ജിപ്മർ പോണ്ടിച്ചേരിയിൽ വരുന്ന വർഷം ഒരു അഡ്മിഷൻ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ബ്രില്യൻ ടീമും ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. ജീവിതത്തിൽ ഇനിയും ഒരുപാട് വലിയ വലിയ വിജയങ്ങൾ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.